ഹലോ ഗൈസ്, ഭ ഭ ബ മൂവീനെ വളരെ മോശപ്പെടമാണ്, നാറ്റപ്പെടുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റിയും കൊക്കൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അശ്വന്ത് കൊക്ക് വന്നത് കണ്ണിൻ്റെ പിടിക്കില്ല ഈ പടം. ഇതിൽ ഒരു കോപ്പുമില്ല എന്നാണ് പറയണത്. വിക്കി തഗ്ഗും ഇത് മോശം പടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സീക്രട്ട് ഏജൻറ്റ് ഉണ്ണി ഒക്കെ നല്ല പടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, കുഴപ്പമില്ലാത്ത അടിപൊളി പടമാണെന്ന് പറഞ്ഞിട്ട്. ഉണ്ണിയും ഭയങ്കര ലോജിക്കലായിട്ട് ആ കാര്യത്തെ, ആ സിനിമേനെ കുറച്ച് തലയിൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട് കേസ്. ഇവിടെ സീക്രട്ട് ഏജൻറ്റ് ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആ പടത്തിൽ. അപ്പോൾ അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭയം, ഭക്തി, ബഹുമാനം എന്ന സിനിമയ്ക്ക്. ഇവിടെ പലരും പറയുന്നത് ദിലീപിൻ്റെ പടമാണ്. ഇത് മോഹൻലാലിൻ്റെ കൂടി പടമാണ് കേസ്. ദിലീപ് ഫസ്റ്റ് ഹാഫിൽ അർമാദിക്കുന്ന ഒരു പടം, സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ വന്ന് അർമാദിക്കുന്ന പടം, പിന്നെ ബാക്കിയുള്ള വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ അവസ്ഥ. ഇത് കോക്ക് വിക്കിത്തക്കൊക്കെ ആളുകൾ ഈ പടത്തിൽ ഒരു കോപ്പുമില്ല, വളരെ മോശമാണെന്നൊക്കെ പറയുമ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ അവർ ആ പോസ്റ്ററിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമില്ല കേസ്. ഇതിൽ ലോജിക്കില്ല, അത് പ്യുവർ മാഡ്നെസ് ആണ്, പ്രാന്തത്തരാണ് സിനിമയിലുള്ളത്. ഇത് വേറെ കാറ്റഗറി പോലെ അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പടമാണ് കേസ്. ആ പടത്തിൻ്റെതായ രീതിയിലുള്ള ടൂൾസ് വെച്ചിട്ട് വിലയിരുത്തുമ്പോൾ അടിപൊളിയായിരിക്കും. അല്ലാണ്ട് ചുമ്മാ ഈ പടമൊക്കെ ഇഷ്ടമായില്ല എന്നൊക്കെ പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഏത് പടത്തിനെടുത്താലും നമുക്ക് കുറ്റം പറയാൻ പറ്റും. ഇപ്പോൾ ഒരു അടിപൊളി പടമാണ് വിചാരിക്കാം, ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു പടമാണ് വിചാരിക്കാം, ഇപ്പോൾ ലൂസിഫർ എന്നുള്ളൊരു പടമാണ് വിചാരിക്കാം. ആ പടത്തിന് ഇപ്പോൾ ആർട്ട് വാല്യൂ ഉള്ള സിനിമകളോട് താല്പര്യമുള്ള ഒരാൾക്ക് പറഞ്ഞൂടെ ലൂസിഫർ എന്ത് തേങ്ങ പടമുള്ളതെന്ന് വേണമെങ്കിൽ കുറ്റം പറഞ്ഞൂടെ. അപ്പോൾ ഇങ്ങനെ കുറ്റം പറയാനാണെങ്കിൽ ദിലീപിനെ കുറ്റം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ സിനിമേനെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് പറയണമെന്ന് വിചാരിക്കുന്ന ആളുകൾ, ഒരു കൂതറ പടമാണ് ഈ പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വ്യൂസ് കിട്ടും എന്ന് തോന്നുന്ന കൊറ്റിക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പറയുക, അതിലൊരു കോപ്പുമില്ല, വട്ടം വെറുതെയാണ്, കാട്ടവരാതാണ് എന്നൊക്കെ സ്വാഭാവികം. പിന്നെ പൊതുവെ ഒരു മട്ടാഞ്ചേരി മാഫിയ ഉണ്ടല്ലോ, ഇവർക്ക് ദിലീപിൻ്റെ തിരിച്ചുവരവിന് എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ കേസ്. ഇതിപ്പോൾ ഒരു വമ്പ മൂവിയാന്ന് പറയില്ല, പക്ഷേ ആളുകൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും, അതാണ് എൻ്റെ ഒരു സംഗതി. അപ്പോൾ ദിലീപിൻ്റെ തിരിച്ചുവരവിനെ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കിയേ പറ്റൂ. അഥവാ എങ്ങാനൊരു 200 കോടി ക്ലബിലൊക്കെ ഉണ്ട് ദിലീപിൻ്റെ ഈ പടം പോയിട്ടുണ്ടെങ്കിൽ അമ്മൂലേ, അപ്പോൾ അത് തടയണം. അങ്ങനെ ഒരു സാധനമുണ്ട് കേസ്. അപ്പോൾ കാശേരി വീശി എറിയായിരിക്കും മട്ടാഞ്ചേരി മാഫിയ. മോഹൻലാലിനെ തകർക്കുക എന്നുള്ളൊരു ശ്രമം കൂടി ഇവരുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ മോഹൻലാൽ ഈ ഒരു പടത്തിൻ്റെ ഇത് ഷെയർ ചെയ്ത സമയത്ത് പടത്തിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇയാൾ ഇവിടുത്തെ മഹാനടനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ജന്തുക്കൾ വന്നത് ഓർമ്മ ഉണ്ടായിരിക്കൂലേ. അപ്പോൾ ഇതാണ് ഒരു സിനിമയായിട്ട് കാണാൻ പോലും ഒരു ഇതില്ലാത്ത ആളുകളാണ് ഇവിടെ ഉള്ളത്, പുരോഗമന മലരുകൾ ഗൈസ്. എന്താ ചെയ്യുക, ഇവർ രാമലീലയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് കൊടുത്തായിരുന്നല്ലോ, അത് ദിലീപിൻ്റെ പടമല്ലേ ആ സമയത്ത്. ഭാഗ്യലക്ഷ്മിയൊക്കെ ആ സമയത്ത് രാംലീലയുടെ ഡബ്ബിങ് അവർ ചെയ്തിരുന്നു തോന്നുന്നു അല്ലേ, നല്ല സപ്പോർട്ടാണ് കൊടുത്തായിരുന്നു. ഇപ്പം എന്തുകൊണ്ടാണ് പറയുമ്പോൾ ദിലീപിനെ വെറുതെ വിട്ടു കോടതി, എന്നിട്ട് പോലും ദിലീപിൻ്റെ ഒരു പടത്തിന് എന്തുകൊണ്ട് ഇവർ സപ്പോർട്ട് ചെയ്യണില്ല? നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പുതിയൊരു അല്ലെങ്കിൽ എന്താ പറയുക, 1-2 സിനിമകൾ മാത്രം എഴുതിയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ കഥയ്ക്ക് ഇതപ്പോൾ ലോജിക്കില്ല അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ആ പുതുമുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഗോപാലൻ അതുപോലെ കൃഷ്ണമൂർത്തി ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലാലേട്ടൻ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ദിലീപ് ഒരു കംബാക്ക് പോലെയുള്ള ഒരു സിനിമയിൽ മൂപ്പര് പോയിട്ട് അഭിനയിക്കുകയാണ്. അത് വലിയ സംഭവമല്ലേ കേസ്, വലിയ സംഭവമല്ലേ. അത് വലിയൊരു സപ്പോർട്ടല്ല റൈറ്റേഴ്സിനൊക്കെ കൊടുക്കണത്. അപ്പോൾ അതിനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന പൃഥ്വിരാജ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യൂല എന്നല്ല, ചെയ്യും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ പൃഥ്വിരാജിന് മാത്രം ജയിച്ചു മതി. പൃഥ്വിരാജിൻ്റെ സിനിമകളൊക്കെ അടിപൊളിയാണോ? നമുക്ക് വേണമെങ്കിൽ ഏത് സിനിമയിലും കുറ്റം പറയാം കേസ്, എല്ലാവരും ഇത് അടിപൊളിയായിട്ടുള്ള ഒരു സിനിമ എന്നൊക്കെ പറയാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ചാൽ ദിലീപിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വ്യൂസ് കിട്ടും, അതാണ് സംഭവം. അപ്പോൾ അതിന് വേണ്ടി ദിലീപിൻ്റെ സിനിമേനെ ദിലീപിനെ തകർക്കുക വേണം. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കുറ്റം പറയാം. പിന്നെ പൊതുവേ ഇതെന്താ അവസ്ഥ വെച്ചാൽ മലയാളികളൊന്നും അംഗീകരിക്കില്ല, പിന്നെ വേറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന ഒരു നോവലിനെ വരെ കുറ്റം പറഞ്ഞുള്ള ടീംസാണ് ഇവിടെ ഉള്ളത്. ഇതെന്ത് നോവലാണ്, പൊട്ട നോവലാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടിപ്പോൾ എന്താ സംഭവിച്ച്? അപ്പോൾ അത് കുറേ വർഷങ്ങൾക്ക് 1960-കളിൽ അങ്ങനെ 60-കളല്ലേ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ 2025-ലും ആളുകളുടെ കോനിഷ്ടിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേസ്.
ഇപ്പോൾ കുനിഷ്ട് എന്ന് പറയാനും പറ്റില്ല കേട്ടോ എല്ലാ രീതിയിലും അല്ലേ. ആളുകൾ ഒരു ആർട്ട് വർക്കിന് നോക്കിക്കാണുന്ന രീതി, മറ്റുള്ളവരെ നോക്കിക്കാണുന്ന രീതി ഒക്കെയാണ്. ഇപ്പോൾ കോടതി വിധിയെ ബഹുമാനിക്കാൻ, ഇവിടെ അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ ആണ്. ഒരാളാണ് ഭാഗ്യലക്ഷ്മിയൊക്കെ. മട്ടാഞ്ചേരി മാഫിയയുടെ വലങ്കയ്യായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്ന രീതിയിലൊരു സംഗതി അല്ലേ. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചാൽ ഇവർക്കാണ് ദിലീപിൻ്റെ സിനിമേനെ തീരെ അംഗീകരിക്കാൻ പറ്റാത്തത്. അവർ പല്ലും നഖവും ഉപയോഗിച്ച് ശക്തമായിട്ട് ഞങ്ങൾ പ്രതികരിക്കും ഗൈസ്, ഈ സിനിമയെ ഭ്രഷ്ട് കൽപ്പിക്കുന്നു. ഇവരെന്ത് ചെയ്യുക, തിയേറ്ററിന് മുന്നിൽ വന്നിട്ട് കൂക്കുവോ? അല്ലേ എല്ലാവരും അവിടെ വന്നിട്ട് അവിടെ സിനിമ കാണാൻ വരുന്ന ആളുകളെ മുഴുവൻ കൂവി തോൽപ്പിക്കുമോ? അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെയുള്ള ആളുകളെ അവിടെ വന്നിട്ട് മൊത്തം ഇവർ പ്രതിഷേധം നടത്തുമോ? ഇവരെന്താ ഉദ്ദേശിക്കണത് എന്നാണ് മനസ്സിലാവാത്ത കേസ്. എന്തായാലും ബബബ എന്നുള്ള സിനിമ അവർ ആ പോസ്റ്ററിലെ പറഞ്ഞുള്ളൊരു കാര്യമാണ്, ഇത് ലോജിക്കൊന്നും ഇല്ലാത്തൊരു പടമാണ്. പോവുക നമ്മൾ സീക്രട്ട് ഏജൻറ്റൊക്കെ പറഞ്ഞ മാതിരി, സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞ മാതിരി ഇത് അടിച്ചു പൊളിക്കാൻ ആ ഒരു വൈബോടെ വരുന്ന ആളുകൾക്കുള്ളൊരു സംഗതിയാണ്. അല്ലാണ്ട് ഇതിൽ ലോജിക്കും തേങ്ങയും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്കൊരു അവിടെ പോയിട്ട് എന്നാലും ചിരിക്കാനുള്ളൊരു വക സിനിമയിലുണ്ടല്ലോ, പോയി കാണുക കേസേ, ചുമ്മാ പോയി നോക്കി എന്താ അവസ്ഥ എന്ന് അറിയാലോ. പിന്നെ ഞങ്ങൾ ലോകത്തിലെ അല്ലെങ്കിൽ മലയാളം കണ്ട ഇന്നേ വരെ മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളി പെടും അങ്ങനെയൊന്നും വിചാരിച്ച് പോലെ കേസേ. ഒരു പൊതുവെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ രാമലീലയൊക്കെ ഇറങ്ങുന്ന സമയത്തുള്ള ആ ഒരു അന്തരീക്ഷം കൂടി നമ്മൾ നോക്കണേ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോഴുള്ള ഒരു അന്തരീക്ഷം നമ്മൾ നോക്കണം. ദിലീപിനെ വെറുതെ വിട്ട് അതിന് ശേഷം ഇപ്പം ഇങ്ങനെ കത്തിക്കണ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഇറങ്ങുന്ന പടമാണ് കേസ്. അപ്പോൾ അതിന് അനാവശ്യമായുള്ള ഹൈപ്പ് ചില ആളുകൾ ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് എന്താ അറിയോ, അപ്പോൾ ആ സിനിമേനെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുമ്പോൾ അയ്യേ കൊടുത്ത ഹൈപ്പൊന്നും ഉണ്ടായിരുന്നല്ലോ സിനിമയ്ക്ക് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ തുടക്കത്തിലേ കുത്തി പറയും ഈ സിനിമ മഹാമോശമാണ്. അപ്പോൾ ഈ റിവ്യൂ കണ്ടിട്ട് നിങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് പലരും സിനിമയ്ക്ക് പോകില്ല. എന്താ ചെയ്യുക, ഒക്കെ സിനിമേനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, മലയാള സിനിമേനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ മട്ടാഞ്ചേരി മാഫിയയുടെ എന്താ പറയുക, അതിൻ്റെ ഒരു പുതിയ ഒരു അംഗമായിട്ട് ഒരു 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 എന്താ പറയുക, ചന്തി കാണിക്കലായിട്ട് നമ്മൾ എടുത്താൽ മതി ഇപ്പോൾ ഉള്ള ഈ പ്രതിഷേധങ്ങളും നെഗറ്റീവ് റിവ്യൂസും സാധനങ്ങളൊക്കെ കേസ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കൊഞ്ഞനം കുത്തലുകളിൽ നിങ്ങൾ വീണ് പോവാതിരിക്കാം. സിനിമ പോയിട്ട് കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നല്ല, സിനിമ പോയി കണ്ടാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ചെയ്യുക. അല്ലാണ്ട് ചുമ്മാ ഇത് ഏറ്റവും മികച്ച സിനിമയാണ് അല്ലെങ്കിൽ ഇത് ഏറ്റവും ബോറുപടാണ് അങ്ങനെയൊന്നുമില്ല കേസ്. ഇതൊരു സിനിമയാണ്, അത്രേ ഉള്ളൂ. അവർ പറയുന്നുണ്ടല്ലോ ഇത് അടിച്ചു പൊളിക്കാൻ അർമാദിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഉള്ള ഒരു വൈബുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവുകൊണ്ടായിരിക്കും. അല്ലാണ്ട് നിങ്ങളവിടെ പോയിട്ട് എന്താണ് അതിൽ കുറേ റെഫറൻസുകൾ കാണിക്കണം, അയ്യേ മഹാബോർ മോശമാണല്ലോ ഇത്, അല്ലെങ്കിൽ ഇതെന്താ ഇപ്പം ഇങ്ങനെ ഡയലോഗ് അടിക്കണം, ഇപ്പം എൻ്റെ മോന്ത എന്ത് ഇങ്ങനെ പോണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ കേസ്, അത്രേ ഉള്ളൂ. എന്തായാലും മലയാള സിനിമ വിജയിക്കട്ടെ. മലയാള സിനിമയ്ക്ക് തുരങ്കം വയ്ക്കുന്ന, ദിലീപിൻ്റെ ജീവിതത്തെ തകർത്തെറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരവിടെ ഇരുന്നോട്ടെ, മേപ്പിട്ട് നോക്കിയിരുന്നോട്ടെ. അല്ലാണ്ട് ഇപ്പോൾ ഇവരോടൊക്കെ എന്താ പറയുക. അപ്പോൾ എല്ലാവരും ബബബ എന്നുള്ള സിനിമ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംഗതികളൊക്കെ കണ്ടുള്ള ആളുകൾ പറയുക കേസ്. ഇനി കാണാൻ ആഗ്രഹിക്കുന്ന, സിനിമ കണ്ടിട്ടില്ലാത്ത സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളും നിങ്ങൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നതെന്ന് പറയുക കേസ്. എന്തായാലും ഭാഗ്യലക്ഷ്മിയോ ശ്രീലക്ഷ്മി അറക്കലോ മട്ടാഞ്ചേരി മാഫിയയോ സീക്രട്ട് ഏജൻറ്റ് കൊക്കോ വിക്കി തഗ്ഗോ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ മുഴുവനായിട്ട് വിഴുങ്ങാണ്ടിരിക്കുക കേസ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അനലിറ്റിക്കൽ പവർ നശിപ്പിക്കാതിരിക്കുക കേസ്. നേരെ സീക്രട്ട് ഏജൻറ്റ് പറയണത് സീക്രട്ട് ഏജൻറ്റ് സിനിമേനെ കുറിച്ച് നല്ലത് പറഞ്ഞു, അപ്പോൾ ഏറ്റവും അടിപൊളി സിനിമയാണിത്, അങ്ങനെയൊന്നും വിചാരിക്കില്ല കേസ്. അങ്ങനെയൊന്നുമില്ല, ഇതൊരു സിനിമയാണ്. സിനിമേനെ സിനിമയായിട്ട് കാണാൻ ശ്രമിക്കാം. ചിലവർക്ക് ഇഷ്ടമാവും, ചിലവർക്ക് ഇഷ്ടമാവില്ല കേസ്, സ്വാഭാവികം. എല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നല്ലത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാലും പാടാണ് കേസ്. എന്തായാലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചിരിക്കാനും ആ സിനിമ കഴിയണവരെ അത്യാവശ്യം രസമായിട്ട് ആഘോഷിക്കാനും എന്നുള്ളൊരു വൈബിൽ ഇരിക്കാനും പറ്റിയ ഒരു സിനിമയാണ് ഇത് എന്നുള്ളത് വലിയ കാര്യമാണ് കേസ്, അല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ അതിന് അങ്ങനെയാണ് കരുതുന്നത്.